തീത്തോസ് 2 നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാൻ വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും സുബോധമുള്ളവരായിരിക്കണം. വൃദ്ധന്മാർക്ക് നിർമ്മലവും ഗൗരവമൊക്കെ വേണം, സുബോധം. അപ്പം വൃദ്ധന്മാർക്ക് സുബോധമില്ല, അതുകൊണ്ട് ആ സുബോധം വേണമെന്ന്. അപ്പം അപ്പച്ചന്മാർക്ക് സുബോധമില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിമാരെ പറഞ്ഞ് എൻ്റെ ഭാഷയെ ഒന്നുകൂടെ പാസ്റ്റേന്ന് വിളിക്കുന്ന ഭാഷയെ ഒന്നുകൂടെ പറ, ഈയിടെ ആയിട്ടാക്ക് ഒരു ബോധവും ആണ്ട് വന്നിരിപ്പോണ്ട് ഭാഷ ശരിക്ക് പറഞ്ഞു കൊടുക്കുക, കേട്ടേച്ച് പോട്ടെ. ബോധമില്ല പാസ്റ്റേ, സുബോധമൊന്നും ഇല്ല. ഞങ്ങൾ ഈയിടെയും പറഞ്ഞ അച്ചായനേടി പഴയതുപോലെ സുബോധമൊന്നും. ഈ പരിശുദ്ധാത്മാവിന് തെറ്റ പറ്റത്തില്ല. അന്നേരം അടുത്ത വാക്യം വായിച്ചേ, 4. നന്നായിട്ട് വായിക്കണം, നന്നായിട്ടൊന്ന് വായിക്കും. വൃദ്ധമാരും ഒരു ചെറിയ കുനിപ്പിന്റെ കാണാനൊക്കത്തില്ല, അതുകൊണ്ടാ ഈ വെട്ടത്തോട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഇരിക്കും, അത് കുഴപ്പമില്ല, ഞാൻ തിരുത്തിക്കോളാം. എന്നാലും എന്നെ സഹായിക്കുന്നില്ല, വലിയ കാര്യം. എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, കൊള്ളാം. നിങ്ങൾ കിളിക്കുവൊന്നും വേണ്ട, പാവം വായിച്ചു തന്നതല്ലേ ഈ മാന്യ ദൈവ. പിന്നെ കണ്ണും വെട്ടമെല്ലാം കൂടെ അടിച്ച് അങ്ങനെയുടെ കണ്ണ് പോകാൻ ചെയ്ത് തന്നെ ദൈവത്തിൻ്റെ കൃപ. നിങ്ങൾ ചിരിക്കരുത്, നിന്നെക്കൊണ്ട് ഞാൻ വായിപ്പിക്കും കേട്ടോ. നീ ചിരിച്ച ഈ ദൈവദാസൻ സഹായിച്ചു തരുന്നല്ലോ, വലിയ കാര്യം. എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. പണ്ട് KK മാത്യു ഉണ്ടിയപ്പള്ളി എന്നെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചപ്പം വായിക്കാൻ പറഞ്ഞു, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നത്. ഞാൻ വായിച്ചു കൊടുത്തു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത്. എൻ്റെ ദൈവമേ, പുള്ളി എന്നെ ഒന്നും പറയണ്ട. അയാൾ പറഞ്ഞത് നിന്നെ സകല പെണ്ണുങ്ങളും തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു, തിരുത്തി വായിക്കടാന്ന് പറഞ്ഞു. എന്നെ എഴുന്നേൽപ്പിച്ചു, തിരുത്തിച്ചു. 100 പ്രാവശ്യം എംപോസിഷൻ, ആ 12ാം അധ്യായം, ആ 13ാം അധ്യായം, 100 പ്രാവശ്യം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങി 100 പ്രാവശ്യം എഴുതിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ വളരെ സൂക്ഷിച്ചേ വായിക്കോൾ. എന്നാലും തെറ്റുപറ്റും. എന്നാൽ ഈ മാന്യ കർത്തദാസൻ സഹായിക്കുന്നതിന് നന്ദി. വൃദ്ധമാരും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും. അപ്പം വൃദ്ധമാരും അങ്ങനെ. അപ്പം അമ്മയ്ക്കുമില്ല സുബോധം. ഇവിടെ സുബോധമില്ലെന്നായി തെളിയിക്കുന്നേ. 2ാം വാക്യം മുതൽ 2:1 മുതൽ അപ്പന് സുബോധമില്ല. അന്നേരം അമ്മ ഇരുന്ന് പറഞ്ഞ് ഇല്ല ഭാഷയെ ചെവ്വിനെ പറഞ്ഞു കൊടുക്കാൻ. അപ്പം പരിശുദ്ധൻ പറയാം വൃദ്ധമാരും അങ്ങനെ തന്നെ. തള്ളയ്ക്കും സുബോധമൊന്നുമില്ല. അപ്പം കൊച്ചു സഹോദരിമാർ മരുമക്കൾ പറഞ്ഞു, എൻ്റെ പൊന്ന് പാസ്റ്ററെ, 2നെയും കൊണ്ട് ഞാൻ 2 കട്ടിലേ കിടക്കുക എന്നതൊക്കെ വിളിച്ച് പറയുന്ന ആർക്ക് 2നും സുബോധമില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് 5ാം വാക്യം വായിച്ച് എന്തുവാ പറഞ്ഞ? 5 5ാം വാക്യം 4 മുതൽ വായിച്ചോ. യൗവനക്കാരുത്തികളെ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്. യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും. അപ്പൊ യൗവനക്കാരുത്തിക്ക് സുബോധമില്ല. എങ്ങനുണ്ട്? ചുരുക്കി പറഞ്ഞ അപ്പനും സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ല. അപ്പൊ കൊച്ചു സഹോദരിമാർ പറഞ്ഞ് 2നുമില്ല. അപ്പൊ പരിശുദ്ധൻ പറയാ നിനക്കുമില്ല. അതുകൊണ്ട് യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും ഭാനുവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ഭർത്താവിന് ദയവുള്ളവരും ഭർത്താവിന് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. അപ്പോൾ അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ല, യൗവനക്കാരത്തിക്കും സുബോധമില്ല. വിവരിക്കുന്നില്ല ഞാൻ, ചരിത്രവും സംഭവമൊക്കെ ഒത്തിരി പറയണം, നേരമില്ല. അപ്പൊ സഹോദരന്മാര് പറഞ്ഞ എൻ്റെ പൊന്ന് പാസ്റ്ററെ, അച്ചായനുമില്ല, അമ്മയ്ക്കുമില്ല, അവക്കും ഒട്ടുമില്ല. അപ്പൊ 6ാം വാക്യം വായിര്. അപ്പൊ യൗവനക്കാർക്കും ചുരുക്കി പറഞ്ഞ ഇവിടെ ഒരെണ്ണത്തിന് അപ്പനും സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ല, സഹോദരിക്കുമില്ല, സഹോദരനും ഇല്ല. അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത, ഉപദേശിമാർക്കുണ്ടോന്ന്? ഒട്ടുമില്ല. തെളിയിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:10 വായിര്. വായിച്ചു. അറിവുള്ള വാക്യമല്ലേ ഇവിടെ ഈ ഭാഗത്താ. അവർ 1ാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. അതിന്റെ മേലുണ്ട് പത്രോസിന് സുബോധം. സഭയുടെ പോപ്പ, പുള്ളിക്കും ബോധമില്ല.
ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആർക്കും സുബോധമൊന്നും ഇല്ല. അപ്പന് സുബോധമില്ല, അമ്മയ്ക്കില്ല, സഹോദരിക്കില്ല, സഹോദരനില്ല, പോപ്പിനുമില്ല. പത്രോസേ പുള്ളിയുടെ എല്ലാ താക്കോല്, പുള്ളിക്ക് താക്കോലുമായിട്ട് നടക്കുന്നതല്ലാതെ സുബോധമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് 2:11 തീത്തോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ സുബോധത്തോടെ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അത് നമ്മുടെ വിഷയത്ത് വരാ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മുടെ വിഷയത്തിൽ വരാം. എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? വായിച്ചല്ലോ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറായനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതാ സുവിശേഷം. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? എടുത്ത് വായിപ്പിക്കുന്നില്ല. 49 സങ്കീർത്തനം 1 പഠിക്കുമ്പോൾ സകല ജാതികളും ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാർക്കോ ഒരു സംഘടനക്കാർക്കോ ഒരു സഭക്കാർക്കോ ഒരു വിഭാഗക്കാർക്കോ ഉള്ളതല്ല, സകല മനുഷ്യരും കേൾക്കണം സുവിശേഷം. കേൾക്കാൻ കൊള്ളാവുന്നത് സുവിശേഷമേ ഉള്ളൂ. അവൻ ചെവിക്ക് കുളിർമ നൽകുന്ന, കർണത്തിന് കുളിർമ നൽകുന്ന ഒരേ ഒരു വാർത്ത, അത് നല്ല വാർത്തയാകുന്ന, ഗുഡ് ന്യൂസ് ആകുന്ന, സദ്വർത്തമാനമാകുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരും കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാനുള്ള ഗുണമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ വായിപ്പിക്കുന്നില്ല, പറഞ്ഞു വിടുക. 1, സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. 2, സുവിശേഷം കേട്ടാൽ ഭയം മാറും. 3, സുവിശേഷം കേട്ടാൽ നിനക്ക് സന്തോഷമുണ്ടാകും. 4, സുവിശേഷം നമുക്കൊരു രക്ഷിതാവിനെ തന്നിരിക്കുക. ഇന്ന് രാത്രി ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഇതെല്ലാം വിശദീകരിച്ച് അടുക്കടക്കായിട്ട് ചരിത്ര തെളിവുകളൊക്കെ വെച്ച് പ്രസംഗിക്കുക പതിവ് ഇന്ന് അതിന് മുതിരുന്നില്ല. ദൈവത്തിന് മഹത്വം. കാരണം ചെവിയിലെ വന്ന് സമയം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയല്ലോ, കൃത്യസമയത്ത് തന്നെ നിർത്താം. അതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകുകയാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ഈ സുവിശേഷം കേൾക്കണം. ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണഗണങ്ങൾ എന്നാ? സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ച്, അവൻ സുവിശേഷത്താൽ മാനസാന്തരം, മനസ്സിന് മാറ്റമുണ്ടാകണം. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും ഇച്ഛിച്ചതും ആഗ്രഹിച്ചതും മോഹിച്ചതെല്ലാം അവൻ കളഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുക, തിരിഞ്ഞു വരികയാ. അപ്പൊ സുവിശേഷം കേട്ടാൽ നടക്കുന്ന സംഭവം 1, മാനസാന്തരം. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. വലിയ പള്ളി പോയിച്ച് തിരിച്ചു വരികയാ ഷണ്ണൻ, തേരെ വരിക. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ. ചെന്നപ്പോ രഥം വരുന്നു, ചേർന്ന് കിടക്കാൻ പറഞ്ഞു. തേര് ചേർന്ന് കിടന്നു. കയറിയിരിക്കാൻ പറഞ്ഞു, കയറിയിരുന്നു. കയറിയപ്പോ പുള്ളി തിരുവെഴുത്ത് വായിക്കുക, മൊബൈലിൽ കളിക്കുകയല്ല. യോഗത്തിന് വന്ന് മൊബൈലിൽ തോണ്ടുകയും മാന്തുകയും കളിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ഉണ്ട്. സ്റ്റേജിൽ ഇരുന്ന് ഫോൺ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉപദേശിമാർ തന്നെ. യോഗം നടക്കുകയാണ്, എന്തിന് ഇത്ര വിഷമിച്ച് വരുന്നു? പിന്നെ പന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പം ഞങ്ങളുടെ സഭയിൽ ഒരാൾ വന്നു. 12:45 പുള്ളിക്ക് കോള് വന്നു. ഞാൻ പറഞ്ഞു, ഏതോ പൊട്ടനാ വിളിച്ചേക്കുന്നത്, അവൻ അറിയത്തില്ല സഭായോഗം. പെന്തിക്കോസുകാരേലും ആ സമയത്ത് സാധാരണ വിളിക്കുമോ? അത്യാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യമൊന്നുമല്ല. എവിടാന്ന് അപ്പൊ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാ, ആരാധനയ്ക്ക് നീ കയറിയാൽ പിന്നെ ഇത് എടുക്കാതിരിക്കുന്ന നല്ലത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിക്കുക. സഭായത്തിന് കയറിയാൽ ഞാൻ തൊടുകയല്ല. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ പറയും സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. സഭായകമാ വലുത്. അഖിലാണ്ടങ്ങളുടെ ഉടയവന്റെ സാന്നിധ്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ഏത് പുള്ളിയാ? ഒരു തരവില്ല. ആ 2 മണിക്കൂർ, ചിലടത്ത് 2 മണിക്കൂർ തന്നെ ബുദ്ധിമുട്ടിയാ, വളരെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത്. ആ സമയത്ത് ഇതൊന്ന് മാറ്റിവെക്കാൻ മേലെ. സ്തോത്രം. നിങ്ങൾ IG-യുടെ മുന്നിൽ ചെന്ന് വെച്ച് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമോ? പുള്ളി വിളിച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞോണ്ട് എന്തുകൊണ്ട് വിശേഷം? പിന്നെ
വിവരം അറിയും നീ. ഈ ലോകത്തിലെ നീതിയും ന്യായവും നടത്തുന്ന നീതിന്യായ കോടതിക്കകത്ത് കയറി പറയുവോ? അങ്ങനെങ്കിൽ സ്വർഗീയ കോടതിയുടെ മുമ്പാകാൻ നിൽക്കുന്നേ. കുറച്ചു നേരം മാറ്റി വെക്കാൻ. അട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? ഷണ്ണൻ തിരുവെടുത്ത് വായിച്ചോണ്ട് വരിക. തേരിനകത്ത് കയറിയ പീലിപ്പോസ് വെച്ച് എന്തുവാ വായിക്കുന്നേ? യോ തിരുവെടുത്ത ഏത് ഭാഗമാ? യെശയ്യാ പ്രവചനം. എന്തുവാ എഴുതിയേക്കുന്നേ? അറുക്കാനുള്ള ആടിനെ പോലെ. വായിക്കുന്ന ഗ്രഹിക്കുന്നോ? അയ്യോ, വായിച്ച് വിടുന്നതല്ലാതെ ഒന്നും ഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആൾക്കാർ വായിച്ചങ്ങ് വിടുന്നതേ ഉള്ളൂ. ഒന്നും പിന്നെ ചിലര് നീട്ടി വായിക്കും, ചിലര് കുറുകയായിട്ട് വായിക്കും. എല്ലാവരും വായിക്കുക. ഒരാൾ വായിച്ചു, എഫെസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞു, മൃദംഗം മാത്രമല്ല തബല കാണും, നീ ഇനിയും വായിക്കണ്ടെന്ന് പറഞ്ഞു. എഫെസോസ് വെച്ച് മൃഗയുദ്ധം ചെയ്തെന്നുള്ളതാ. വായിച്ചു മൃദംഗ യുദ്ധം വായിച്ചു വിടുകല്ലേ. വേറൊരാൾ വായിച്ചു, എൻ്റെ കടലിൻ്റെ നടുവേ. കുടലെന്നുള്ളതാ. അതിന് കുടലേതാ കടലേതാ? എൻ്റെ തെറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വായിച്ച കാര്യം പറഞ്ഞില്ലേ? ചെല്ലു പിന്നെ നീട്ടി വായിക്കും. കർത്താവേ നീ തലമുറയാ ഞങ്ങളുടെ നീട്ടി വായിക്കുന്നതല്ലാതെ ഗ്രഹിക്കുന്നില്ലെന്ന്. വായിക്കുന്നതല്ലാതെ ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ മറുപടി, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഫിലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഈ തിരുവചനത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. ആ വാക്യം ഒന്ന് വായിച്ചു. ചിലർക്ക് സംശയം. 8-ാം അധ്യായത്തിന്റെ 35 മുതലല്ലേ? ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 മുതലല്ലയോ? കർത്തൃദാസനെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. സുവിശേഷം പറയാൻ തുടങ്ങി. സുവിശേഷം. അപ്പൊ എന്തോ സംഭവിച്ചു? അടുത്തത് അങ്ങനെ ഫിലിപ്പോസ് യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് വഴി പോകുന്ന വേളയിൽ അടുത്തത് വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇതോ വെള്ളം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാ, ശരിയായ സുവിശേഷം പറഞ്ഞാൽ സ്നാനവും പറയും. ഇന്ന് മിക്കയിടത്തും ശരിയായി സുവിശേഷം പറയുന്നില്ല. രക്ഷ ആയിക്കോട്ടെ, വേണമല്ലോ. രക്ഷ മാത്രം പറഞ്ഞാൽ സുവിശേഷമാകുകയല്ല. സുവിശേഷം ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ സ്നാനമുണ്ട്. ചില ആൾക്കാർ രക്ഷയെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ആ സഭയിൽ നന്നായിട്ട് സുവിശേഷം പറയുന്ന ഉപദേശമാനുണ്ട്, എന്നാ നീ സ്നാനം പറയാത്തെ? സ്നാനം പറഞ്ഞാൽ പിന്നെ ആ സഭയെ നിനക്ക് നിൽക്കാൻ ഒക്കുകയല്ല. അവർ പറ, ഈ ചേമ്പ് ഈ കലത്തി ഇനി കുഞ്ഞുകുഞ്ഞൂട്ടി വേകുകയല്ല. കുഞ്ഞുകുഞ്ഞൂട്ടി ഉപദേശി ഇനി ചാക്ക ഉപദേശി ഇനി അവറാച്ചൻ ഉപദേശി ഇനി മനസ്സിലാകാരിയാണോ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഉപദേശിയൊക്കെയാ. ചിലയിടത്തില്ല ഞങ്ങൾക്ക് ഉപദേശിമാരുണ്ട്. പിന്നെ പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി, മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശി, ആശാരി ഉപദേശി ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഒന്നും? ജോർജ് ഉപദേശി, മാത്തൻ ഉപദേശി ഒക്കെ നല്ലതാ. പക്ഷേ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനം പറയണം. തളിക്കുന്നതുമല്ല, കുടയുന്നതുമല്ല, മെഴുക്കിയെടുക്കുന്നതുമല്ല, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. അതാ ശരിയായ സ്നാനം. അല്ല, യേശു മാതൃക കാണിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് അടിസ്ഥാനമാക്കി യേശുവിനെ പറ്റി സുവിശേഷം അറിയിച്ചു. ശരിക്കും സുവിശേഷം അകത്തോട്ട് ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. വെള്ളമുള്ളിടത്ത് അവിടെ പറഞ്ഞു, വെള്ളമൊക്കെ ഇനിയും കാണും, വെള്ളമുള്ളിടത്തെല്ലാം മുക്കാൻ പറ്റുമോ? നീ വിശ്വസിക്കുന്നു? അതാ വിഷയം. ഞാൻ വിശ്വസിക്കുന്നു എങ്കിലാകാം. അപ്പോൾ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കും. സ്നാനം നടക്കണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. യേശുവിനെ ധരിക്കുവാനാ, യേശുവിനോട് ചേരുവാനാ, യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ആ പെട്ടകത്തിൽ അല്പം തന്നെ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. സ്നാനത്തിന് മുൻകുറിയാ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ആമേൻ അവിടെ തിരുവെഴുത്ത് പറയുക, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു,
അവന് മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയുന്നല്ലോ, അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാ. അപ്പോൾ അവിടെ ഈ സ്നാനത്തെയാ പരാമർശിക്കുന്നത്. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കണം. രക്ഷയുടെ ദൂത് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൂടെ പറയണം. മാത്രമാണോ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നു. തുപ്പട്ടിയൊക്കെ ദർശനം കാണിച്ച് പുള്ളിക്ക് പോകാൻ അല്പം മടിയൊക്കെ ഉള്ള ആളാ ഉണ്ട്. പുള്ളിക്ക് അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ, സഭയുടെ പോപ്പാന്തൽ ഇച്ചിരി വിളച്ചിലൊക്കെ കയ്യിൽ ഉണ്ട്. നമ്മുടെ ആൾക്കാർക്കും ഉണ്ടല്ലോ. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകുകയില്ല, ചിലർക്ക് കൈ കൊടുക്കുകയില്ല, ചിലരോട് മിണ്ടുകയില്ല, ചിലടത്ത് ഭക്ഷണം കൊടുത്താൽ കഴിക്കത്തില്ല. അന്നൊരു പ്രത്യേക ഉപവാസമൊക്കെയാണ്. ഇതിനകത്തും കാണും ആൾക്കാരൊക്കെ. ഇപ്പൊ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ, കാണും. പത്രോസിനും അങ്ങനെ ചില ദീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് നന്നായിട്ടറിയാം, എൻ്റെ മോനെ അത് കെടുത്തിയത് നന്നായി, ഇപ്പൊ എനിക്ക് എല്ലാവരെയും കാണാം. കറണ്ട് വരാതിരിക്കട്ടെ, എനിക്കിപ്പം കാണാം. ഞാൻ കണ്ണ് ചിമ്മിയാണ് നിന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ശരിക്കും സുവിശേഷം പറയണം. അപ്പൊ പത്രോസ് പോകാൻ വിസമ്മതിക്കുമെന്ന് അറിയുന്നുണ്ട്. ആ തുപ്പട്ടിയുടെ ദർശനം കാണിച്ചു കൊടുത്തു. എന്തായാലും കൊള്ളാം, കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്ന് പത്രോസ് അവരുടെ കൂടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് കൊർന്നല്യോസ് പറഞ്ഞു, വന്നത് ഉപകാരം, നീ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം നിന്നെ നോക്കിയിരിക്കുക. പറഞ്ഞാലും അവിടെ വായിക്കുന്ന പത്രോസ് വാ തുറന്നു. അങ്ങനെ പത്രോസ് നമ്മൾ എന്ത് ചെയ്താ വാ തുറക്കുകയല്ലേ? ഞാൻ കണ്ടു, ഒരെണ്ണം തുറക്കുന്നില്ല, രണ്ട് കാര്യത്തിന് തുറക്കും. ഒന്ന് ആട്ടെ അവിടെ നിന്ന് പൂരിപ്പിക്കുന്ന കൊണ്ട് വലിയ സന്തോഷം. രണ്ട് കാര്യത്തിനാ. അതെ, ഇത് ഇച്ചിരി കുറയ്ക്കും മോനെ, കണ്ണങ്ങും. അങ്ങോട്ട് ഇച്ചിരി കൊണ്ടൊന്ന് പരിവക്കേടാ. അപ്പൊ ശ്രദ്ധിച്ചേ, പത്രോസ് വാ തുറന്നെന്നായിരിക്കണം. വാ തുറന്ന് തിരുവചനം പറഞ്ഞു. ഇനി അതിന്റെ 44 വാക്യം വായിച്ചേ, 10-ാം അധ്യായത്തിന് 44 ഇല്ലേ? എന്നാ എനിക്ക് തെറ്റിയതാണ്. ഉണ്ടല്ലോ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നേച്ച് അനങ്ങാതെ മൃങ്ങാതെ ഇരുന്നല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞപ്പോൾ അനങ്ങുന്നുമില്ല, കൈയടിക്കുന്നുമില്ല, പാടുന്നുമില്ല, പ്രാർത്ഥിക്കുന്നില്ല, മിണ്ടുന്നുമില്ല, മൃഗലിക്കുന്നില്ല. അങ്ങനെയാണോ? പരിശുദ്ധാത്മാവ് വന്നപ്പം അന്യഭാഷകളിൽ സംസാരിച്ച് അതാ പരിശുദ്ധാത്മാവ് വന്ന അങ്ങനെ നടക്കും. നമ്മൾ വന്നെന്നൊക്കെയാ പറയുന്നത്. 80-ൽ വന്നതാണ്. വല്ല അനക്കം ഉണ്ടോ? ഞങ്ങളുടെ ഒരു സഭയിൽ വലിയ കാത്തിരിപ്പ്, ഞാൻ എപ്പോഴും പറയുന്ന കാത്തിരിപ്പ് യോഗം നടക്കുക, ഭയങ്കര യോഗം. എല്ലാവരും ആത്മശക്തിയിൽ നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കുക. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, പുള്ളി രസികനും സരസനുമാണ്, എന്നാലും നല്ല മനുഷ്യനാണ്. പുള്ളി എന്ത് ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കുക, ബാക്കി മുഴുവൻ ആൾക്കാരും നൃത്തം ചെയ്യുക. അപ്പോൾ പുള്ളിയുടെ സഹധർമ്മിണി അപ്പറ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് പുള്ളിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവർക്ക് സങ്കടവും അരിശവും ഒക്കെ നോക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പിന്നെയും പുള്ളിക്കാർ നോക്കുന്നു. പുള്ളി യോഗമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനും ഉണ്ട്. ഞങ്ങൾ സിറ്റ് ഔട്ടിരിക്കുമ്പം പുള്ളിക്കാരി ഡ്രസ്സൊക്കെ മാറി വെച്ച് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എൻ്റെ അപ്പാ അത്രയോ മനുഷ്യൻ ആത്മാവിൽ നൃത്തം ചെയ്ത ആരാ? പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നൃത്തം, നിങ്ങൾ മാത്രം ഇങ്ങനെ. അപ്പോൾ പുള്ളി ചോറും കഴിക്കണം. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു അലോഹ്യം വേണ്ടെന്ന് ഓർത്ത് പുള്ളി രസകരമായിട്ട് പറഞ്ഞ്, എടീ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ നിന്നിട്ട് എനിക്ക് അനങ്ങാൻ മേലായിരുന്നു. ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് അന്നാ അത് പോട്ടെ, എന്തെങ്കിലും പറയാൻ നോക്കിയിട്ട് അതും ഒക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും കുഴപ്പം വന്നില്ല, നിങ്ങൾക്കൊക്കെ പറയുകയും ചാടുകയും ചെയ്യും. എനിക്കിത് രണ്ടും ഒക്കുകയില്ലായിരുന്നു. എനിക്ക് വന്ന നിങ്ങൾക്കും അങ്ങനെയാന്ന് തോന്നുന്നു. ഈ അത്യന്ത ശക്തി വന്നിട്ട് അനങ്ങാനും മേല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പത്രോസ് വചനം പറഞ്ഞു, സുവിശേഷം അറിയിച്ചു, യേശുവിനെ പറ്റി പറഞ്ഞു, നസറായനാകുന്ന യേശുവിനെ പറ്റി പറഞ്ഞു. വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് അനങ്ങാതിരുന്നെന്നും മിണ്ടാതിരുന്നെന്നുമല്ല, അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും.
ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം, ശരിക്കും സുവിശേഷം കേട്ടാൽ അവൻ പരിശുദ്ധാത്മ നിറവ്. ഇനി വാക്യങ്ങൾ എടുക്കാനുണ്ട്. സുവിശേഷം ശരിക്കും പറഞ്ഞാൽ വേർപാട് പാലിക്കും. ലോകത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന കാര്യമല്ല. പാപത്തോടും ലോകത്തോടും ലോക ഇമ്പങ്ങളോടും ആഡംബരങ്ങളോടും ഒക്കെയുള്ള വേർപാട് പാലിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനും നിങ്ങളും കേട്ടത് ശരിയായ സുവിശേഷമാണോ എന്ന് തന്നെത്താൻ ഇന്ന് രാത്രി ശോധന ചെയ്യേ.